ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി 4 ബഹിരാകാശ സഞ്ചാരികളും ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തി. ഇന്ന് രാവിലെയാണ് ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റ് പസഫിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്തത്. 54 വർഷങ്ങൾക്ക് ശേഷം പുതുചരിത്രം രചിച്ചാണ് ചന്ദ്രനെ വലം വെച്ച് സംഘം ഭൂമിയിൽ മടങ്ങിയത്. ഏപ്രിൽ 11, 2026 ചരിത്രത്തിലേക്കാണ് ഈ സ്പ്ലാഷ് ഡൗൺ. 2026 ഏപ്രിൽ 2 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന ആർട്ടിമിസ് 2 മനുഷ്യ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കമിട്ടത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിറ്റർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെമറി ഹാൻസൺ ഇവർ 10 ദിവസത്തെ ദൗത്യത്തിന് ശേഷം ഇന്ന് രാവിലെ പസഫിക് സമുദ്രത്തിൽ സാന്റിയേഗോ തീരത്ത് സുരക്ഷിതമായി വന്നിറങ്ങി. ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന പ്രക്രിയയിൽ ആദ്യത്തേത് സർവീസ് മൊഡ്യൂൾ വേർപെടുത്തലായിരുന്നു. അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് ഏകദേശം 40 മിനിറ്റിന് മുൻപായി പേടകത്തിന്റെ പിൻഭാഗത്തുള്ള സർവീസ് മൊഡ്യൂൾ വേർപെട്ടു. ബഹിരാകാശ സഞ്ചാരികൾ ഇരിക്കുന്ന ക്രൂ മൊഡ്യൂൾ മാത്രമാണ് ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഓറിയോണിന്റെ വേഗം മണിക്കൂറിൽ 40,000 കിലോമീറ്റർ. ഈ ഘട്ടത്തിൽ പേടകത്തിന് ചുറ്റും 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്. കനത്ത ചൂടിലും യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കിയത് പേടകത്തിന്റെ അടിയിലുള്ള പ്രത്യേക താപകവചമാണ്. ഈ സമയം പേടകത്തിന് ചുറ്റും പ്ലാസ്മ രൂപപ്പെടുന്നതുകൊണ്ട് ഭൂമിയായുള്ള വാർത്താവിനിമയ ബന്ധം കുറച്ചു നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നീട് 2 ചെറിയ പാരച്യൂട്ടുകൾ ക്യാപ്സ്യൂളിന്റെ വേഗത നിയന്ത്രിച്ചു. അവസാന ഘട്ടത്തിൽ 3 വലിയ പാരച്യൂട്ടുകൾ പേടകത്തിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 27 കിലോമീറ്റർ വരെയായി കുറച്ചു. സമുദ്രത്തിൽ ഓറിയോൺ പതിക്കുമ്പോൾ പേടകം തലകീഴായി മറിയാതിരിക്കാൻ 5 ബലൂണുകൾ. US നാവികസേനയുടെ USS ജോൺ പി മൂർത്ത എന്ന കപ്പലിലേക്കാണ് 4 അംഗ സംഘത്തെ സുരക്ഷിതമായി മാറ്റിയത്. മെഡിക്കൽ സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി. അങ്ങനെ 5 പതിറ്റാണ്ടിലധികം കാത്തിരുന്ന അത്ഭുത നേട്ടത്തിന്റെ നെറുകയിൽ നാസ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.